നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ പറയന്നെയും. അല്ലാണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് ഇനി പരിപാടിയൊന്നുമില്ല. അതുകൊണ്ടല്ലേ ഓരോരുത്തരും ഈ നാടന്മാരെ ഇറങ്ങന്നെ. നിങ്ങളൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഫിത്തനയും ഫസാദും ഉണ്ടാക്കി മൊയ്ലിയാര് വരുമ്പം തുറന്ന് മൊയ്ലിയാരോട് പറയാനുള്ള ചങ്കൂറ്റം നാടന്മാർക്ക് വേണം, നാട്ടുകാർക്ക് വേണം, സാധാരണക്കാർക്ക് വേണം. എന്നാലേ ഇതൊക്കെ നേരാകുള്ളൂ. അവിടുന്ന് ഈ ദീനിനെ തിരിച്ചു പിടിക്കണം. പണ്ട് റിഫായി ശൈഖിനെ ഈ ഒരുത്തന്നെ വേറെ കാണിച്ചു തരണോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണേത്. സമസ്തന്റെ സ്ഥാപക ദിനത്തിൽ നടത്തിയ വലിയ സമ്മേളനത്തിൽ ഈ സമസ്ത എന്ന് പറഞ്ഞ ഈ ഒരു സാധനം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അതിൻ്റെ ഏറ്റവും വലിയ നേതാവ് തന്നെ ഖേദിച്ച് ഷംസുൽ ഉലമയെ ഓർത്ത് കരയണമെങ്കിൽ ഈ സംവിധാനം തന്നെ വേണ്ടായിനു എന്ന് മൂപ്പർക്ക് ഉറപ്പായി. ഈ വീഡിയോ ഇപ്പം നിങ്ങൾ ഇവർക്ക് തപ്പാൻ നിൽക്കരുത്, കിട്ടൂല. കാരണം അവർ മുക്കിയിട്ടുണ്ട്, തപ്പിട്ട് കാര്യമില്ല. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ AP ഉസ്താദ് EK ഉസ്താദിനെ ആലോചിച്ച് കരഞ്ഞു പോയ വിഷയമാണ്. EK ഉസ്താദിനെ ആലോചിക്കാണ്ട് AP ഉസ്താദ് ഇന്നലെ ഒന്നും മാത്രമൊന്നുമല്ല, ഉസ്താദ് വഫാത്ത് സമയത്ത് ഉസ്താദിന് ഖബറിനടുത്ത് പോലൊക്കെ ഉണ്ട്. അതുപോലെ തമ്മിൽ പണ്ടേക്കും ഭയങ്കര ബന്ധം തന്നെയായിരുന്നു. ഇപ്പോഴും ആ ബന്ധമുണ്ട്. അതിനിപ്പോൾ ആരാ പറഞ്ഞു തരോ? ഓരോ ഷേഖനുണ്ട്. ആ ഷേഖ് പറഞ്ഞ കേട്ടോളി. എന്നിട്ടിങ്ങനെ ശംസുലമ എന്നൊന്നും പറയാൻ കാരണം മരിച്ചിട്ടില്ല. മരിച്ചെന്നോ വിചാരിച്ചത് ഇവൻ മരിച്ചോനാ വിചാരിച്ചോൻ. മരിക്കാത്തോണ്ടാണല്ല ബഹുമാനപ്പെട്ട AP ഉസ്താദ് വീണ്ടും പോയിന് അവിടെ ഖബറിൻ്റെ അടുത്ത്. അസ്സലാമലൈക്കും സത്തോനോട് പോയിട്ട് പറയോ? AP ഉസ്താദും ശംസുലമാൻ്റെയും ബന്ധം അത്രയും സ്നേഹമുള്ള ബന്ധമാണ്. ആ ബന്ധം കാരണമാണ് അവർ തമ്മിലുള്ള ബന്ധം. അത് അനുഗ്രഹിക്കട്ടെ. നല്ല മഷായാണ്. അതെങ്കിലും കേട്ട് പഠിച്ചു ചങ്ങായിമാരെ. വേറൊരു തീർപ്പ് എന്ത് ഉപകാരം ഉണ്ടെങ്കിൽ അതുമില്ല. ആ കാലം കഴിഞ്ഞ് ഇനി മൊയ്ലിയന്മാരെ കാലം തന്നെ വിടല്ല. ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല. ഒരു ബഡു ജാലിന്റെ ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചോ? ഹസനി ഉസ്താദിന്റെ വഅദ് കേട്ട് ശംസുൽ ഉലമ എന്ന ആ മഹാമനീഷിയെ പറ്റി നിങ്ങൾക്ക് ഓർക്കേണ്ടി വന്നു. സ്ഥാപക ദിനത്തിന് കോൺഫറൻസ് ഉണ്ടായിരുന്നല്ലോ കോഴിക്കോട് ടൗൺ ഹാളില്. അതിൽ ഉസ്താദ് എന്തുമ്പുന്ന രംഗം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് കണ്ട് ചെങ്ങായി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇവൻ്റെ ഒരു കോളാമ്പിണ്ട്. ആ കോളാമ്പിൻ്റെ പ്രഭാഷണം കേട്ടും ഉസ്താദിന് മനം മാറിയതാണ്. EK ഉസ്താദിൻ്റെ മഹത്വം ആ കോളാമ്പിക്ക് പഠിപ്പിച്ചു കൊടുത്താരാന്നറിയോ? അത് AP ഉസ്താദാണ്. അവൻ പറയുന്നുണ്ട്, അത് കാണിച്ചാൽ നിങ്ങൾക്ക്. എന്തിനധികം പറയണം? നിങ്ങൾക്കറിയുമോ മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഞങ്ങൾ ഒരിക്കലും ശംസുൽ ഉലമയെ കുറ്റം പറഞ്ഞു എന്ന് പറയാനോ അത് തെളിയിക്കാനോ നിങ്ങൾക്കെവിടെയും സാധ്യമല്ല. ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ആശീർവദിച്ച ഒരു പണ്ഡിതനാണ് മഹാനായ ഖമറുൽ ഉലമ ഉസ്താദ്. ഇവനൊക്കെ എന്താ നമ്മൾ പറയാ, അവസരം കിട്ടിയ കാലം മാറുന്ന ബഡു ജാഹിലാണ്. ഓർത്ത് വെച്ചോളണ്ടി. ഒന്ന് പറഞ്ഞ നാളെ പിന്നെ മാറ്റി പറയും. ഇത് ഓൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം പ്രസംഗത്തിന് സ്വന്തം മറുപടി എന്നൊക്കെ പറയില്ല പോലെ. അതിൽ ഏറ്റവും വലിയ അവാർഡ് കൊടുക്കേണ്ട ഇയാൾക്കാണ്. കണ്ടില്ലേ?